വിശദമായ വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയുടെയും സരിത്തിന്റെയും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് ഇരുവരും മൊഴി നൽകുന്നത്. സ്വപ്നയുടെയും സരിത്തിന്റെയും ആവശ്യപ്രകാരമാണ് കോടതി മൊഴി രേഖപ്പെടുത്തുന്നത്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇന്നലെ കോടതി നടത്തിയ പരാമർശങ്ങൾ വമ്പൻ സ്രാവുകളുണ്ട് ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. എത്രത്തോളം നിർണായകമാണ് ഈ രഹസ്യമൊഴിയെടുക്കൽ? അതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? രഞ്ജിത്ത്, ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റഡിയിലാണ് സരിത്തും അതോടൊപ്പം തന്നെ സ്വപ്നയും. കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. നാളെയാണ് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അതിന് മുന്നോടിയാണ് കസ്റ്റംസ് സംഘം ഇപ്പോൾ കോടതിയിൽ എത്തിച്ച ഇവരുടെ രഹസ്യമൊഴി കോടതിക്ക് മുൻപാകെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തങ്ങൾക്ക് കോടതിയോട് മാത്രമായി ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്നുള്ള കാര്യം ഇരുവരും പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരുമായി സംസാരിക്കാനാണ് കോടതി ആദ്യം പറഞ്ഞിരുന്നത്. ഇതിന് ശേഷമാണ് അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷം നേരിട്ട് കോടതിയിലെത്തി മൊഴി നൽകുന്നതിന് എത്തിയിരിക്കുന്നത്. 4 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. എന്തായാലും ഇനി കുറച്ച് സമയം കൂടി ഇത് നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മൊഴി രേഖപ്പെടുത്തണം. അതിനുശേഷം ഇത് തർജ്ജമ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ വായിച്ച് കേട്ടതിന് ശേഷം മാത്രമേ ഇവർ കോടതി നടപടികൾ പൂർത്തിയാക്കി എന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ചില പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് സ്വപ്ന നടത്തിയ ചില മൊഴികൾ, അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്നത്തെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് അതിനിർണായകമാകുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക്, ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കസ്റ്റംസ് നീങ്ങുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് ഈ ഡോളർ കടത്തിനെ കുറിച്ച് ശിവശങ്കരൻ അറിയാമായിരുന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നത്. അതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ പേര് മൊഴിയിൽ ഉൾപ്പെടുത്താൻ ഇതിനുവേണ്ടി സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. അത്രയെല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിക്ക് നേരിട്ട് നൽകുന്നതുകൊണ്ട് തന്നെ മറ്റ് വിവരങ്ങളെന്ന് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ഉടനെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുകയില്ല. എന്തായാലും ആ മൊഴി എന്തായാലും അത് അന്വേഷണത്തെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്താണോ അതായിരിക്കാം ഒരു പക്ഷേ ഇതിൽ വരിക എന്നുള്ളത് സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കസ്റ്റംസിന് കൊടുത്ത മൊഴി അല്ല, അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇരുവർക്കും കോടതിയോട് പറയാനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒപ്പം ഈ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ പണം, അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും ED വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ ED നടത്തിയ തെളിവെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നടത്തിയ ബാങ്ക് അക്കൗണ്ടിൽ ഉൾപ്പെടെ നടത്തി കഴിഞ്ഞ ആ തെളിവെടുപ്പിലെല്ലാം ഈ സംബന്ധിച്ച പണത്തിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ED ലഭ്യമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ എത്രത്തോളമാണ് ലഭിച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ ഏതെല്ലാം സോഴ്സിൽ നിന്ന് തുടങ്ങിയ വിവരങ്ങൾ തന്നെയാണ് കൂടുതൽ തേടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 8 മാറ്റി. ശിവശങ്കറിന് ജാമ്യം നൽകരുതെന്ന് ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്വപ്ന ലോക്കറിൽ സൂക്ഷിച്ച പണം ലൈഫ് മിഷനിൽ ശിവശങ്കറിന് ലഭിച്ച കമ്മീഷനാണെന്നും ED ആവർത്തിച്ചു. ലോക്കറിൽ പണം നിക്ഷേപിച്ചതും സ്വർണ്ണക്കടത്ത് നടന്നതുമായ തീയതികൾ തമ്മിൽ മാസങ്ങളുടെ അന്തരമുണ്ടെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. CN പ്രകാശ് വിവരങ്ങൾ നൽകും. CN പ്രകാശ്, ഈ ലോക്കറിലെ പണത്തിന്റെ വ്യക്തത ED വരുത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ശിവശങ്കറിന് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് അത് എന്തൊക്കെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് കോടതിയെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ജഡ്ജി അശോക് മേനൻ വിശദമായി വാദം കേട്ടത്. സുപ്രീം കോടതി അഭിഭാഷകൻ ജയദീപ് ഗുപ്തയാണ് ശിവശങ്കറിന് വേണ്ടി വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരായത്. തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി ചുമത്തുന്നതാണ്. പ്രതികളുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കുറ്റങ്ങൾ ചുമത്തുന്നത്. ലോക്കറിൽ താൻ പണം നിക്ഷേപിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സ്വപ്നയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ സ്വപ്നയ്ക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ, സ്വപ്നയുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചില ഉപദേശങ്ങൾ നിയമപരമായി നൽകാൻ മാത്രമാണ് താൻ ചാർട്ടേഡ് അക്കൗണ്ട് വേണുഗോപാലിനെ ചുമതലപ്പെടുത്തിയത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് ശിവശങ്കർ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. എന്നാൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കണ്ടെടുത്ത 1,05,00,000 രൂപ ശിവശങ്കറിന് ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച കോഴയാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് എന്നാണ് ഹൈക്കോടതിയിൽ രേഖാമൂലം ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ശിവശങ്കർ നൽകിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്.
ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് ED ഇത് പറഞ്ഞത്. സ്വപ്നയുടെ മൊഴിയിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് എന്നും അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പല കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വപ്നയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ശിവശങ്കർ. ശിവശങ്കർ സ്വപ്നയെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതാണോ എന്നടക്കമുള്ള സംശയങ്ങളും പറയുന്നുണ്ട്. ശരി, യൂണിടാക് ഉടമ വിവരങ്ങൾ പങ്കുവച്ചു.